വേഗം വരുന്നവനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ദൈനംദിന അപ്പം എന്ന അനുദിന വചനചിന്തയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് മനുഷ്യപുത്രനും വരുന്നു എന്ന വിഷയത്തെ ആസ്പദമാക്കി ചില കാര്യങ്ങളെ നമുക്ക് ചിന്തിക്കാം. അതിനാധാരമായ ഒരു വാക്യം വായിക്കാം. മത്തായി 24-44 വാക്യം. അങ്ങനെ നിങ്ങൾ നനയ്ക്കാത്ത നാഴികയിൽ മനുഷ്യപുത്രൻ വരുന്നത് കൊണ്ട് നിങ്ങളും ഒരുങ്ങിയിരിപ്പീൻ. കർത്താവിന്റെ വരവ് അടുത്തിരിക്കുന്നു. നമ്മൾ വിചാരിക്കുന്നതിലും അടുത്താണ്. അവനെ കാണാൻ നമുക്ക് എപ്പോഴും ഒരുങ്ങിയിരിക്കാം. അറിയപ്പെടുന്ന ഒരു ഉപമ ഇന്നത്തെ മനുഷ്യവർഗത്തിന്റെ അവസ്ഥയെ വ്യക്തമാക്കുന്നു. സിംഹത്തിൽ നിന്ന് ഓടി രക്ഷപ്പെട്ട ഒരു മനുഷ്യൻ കിണറ്റിൽ ചാടി രക്ഷപ്പെടാൻ പോയി. വീണപ്പോൾ കിണറ്റിന്റെ അരികിൽ തൂങ്ങിക്കിടക്കുന്ന ഒരു ആൽമരക്കൊമ്പിൽ അയാൾ പിടിച്ചു. ഒരു നിമിഷം അയാൾക്ക് സുരക്ഷിതത്വം തോന്നി. പക്ഷെ അയാളുടെ അപകടം അവസാനിച്ചിരുന്നില്ല. അയാളുടെ മുകളിൽ സിംഹം ഗർജിച്ചു. അവൻ തിരിച്ചുവരവിനായി കാത്തിരുന്നു. താഴെ വീണാൽ കടിക്കാൻ തയ്യാറായി 2 കറുത്ത പാമ്പുകൾ കിണറ്റിന്റെ അടിയിൽ ഇഴഞ്ഞു. കാര്യങ്ങൾ കൂടുതൽ വഷളാക്കാൻ ഒരു എലി അയാൾ പറ്റിപ്പിടിച്ചിരുന്ന ശാഖയിൽ പതുക്കെ കടിച്ചു. അതിനെ ചെറുതായി ദുർബലപ്പെടുത്തി. എന്നിരുന്നാലും ആപത്തുണ്ടായിരുന്നിട്ടും അടുത്തുള്ള ഒരു തേനീച്ചക്കൂട്ടിൽ നിന്ന് തേൻ ഒഴുകുന്നത് ആ മനുഷ്യൻ ശ്രദ്ധിച്ചു. അതിന്റെ രുചി ആസ്വദിക്കാൻ അവൻ നാവ് നീട്ടി. അതിന്റെ മധുരം ആസ്വദിച്ചു. അതിന്റെ രുചിയിൽ അവൻ അത്ര മയങ്ങിപ്പോയി. തന്നെ ചുറ്റിപ്പറ്റിയുള്ള ഗുരുതരമായ അപകടം അവൻ മറന്നു. ഇന്നത്തെ പലരുടെയും അവസ്ഥ ഇതാണ്. അവർ ലോകത്തിന്റെ സുഖങ്ങളിൽ ആകൃഷ്ടരാണ്. അവരുടെ ഹൃദയങ്ങൾ ക്ഷണികമായ സന്തോഷങ്ങളാൽ വിഴുങ്ങിയിരിക്കുന്നു. പാപം അവരുടെ മനസ്സുകളെ അന്ധമാക്കിയിരിക്കുന്നു. അവർ രക്ഷയെക്കുറിച്ച് നിസ്സംഗരാണ്. നിത്യതയെക്കുറിച്ച് ഉത്കണ്ഠയില്ലാത്തവരാണ്. ന്യായവിധിയുടെയും നരകത്തിന്റെയും അപകടങ്ങളെക്കുറിച്ച് അവർ ബോധവാന്മാരല്ല. ഇസ്രായേലിന്റെ മേൽ ഒരു വലിയ ന്യായാധിപനായി നിയമിക്കപ്പെട്ടിരുന്നെങ്കിലും ഷിംഷോന് എല്ലാം നഷ്ടപ്പെട്ടത് ഇങ്ങനെയാണ്. യേശു മുന്നറിയിപ്പ് നൽകി. നോഹയുടെ കാലത്തെ പോലെ മനുഷ്യപുത്രന്റെ വരവിലും അങ്ങനെയായിരിക്കും. ജലപ്രളയത്തിന് മുൻപുള്ള ദിവസങ്ങളിൽ നോഹ പെട്ടകത്തിൽ കയറിയ ദിവസം വരെയും അവർ തിന്നുകയും കുടിക്കുകയും വിവാഹം കഴിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. ജലപ്രളയം വന്ന് അവരെല്ലാം തുടച്ചു നീക്കുന്നതുവരെ അവർ അറിഞ്ഞില്ല. മനുഷ്യപുത്രന്റെ വരവിലും അങ്ങനെ തന്നെ ആയിരിക്കും എന്ന് മത്തായി 24-37-39 വരെയുള്ള വാക്യങ്ങളിൽ പറയപ്പെടുന്നു. റോമൻ സാമ്രാജ്യത്തിന്റെ പതനത്തിന്റെ പ്രാഥമിക കാരണം എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? വിരുന്നുകളിലും ലഹരിയിലും അവർ അത്രയധികം മുഴുകിയിരുന്നതിനാൽ ശത്രുക്കളെ അവരുടെ പടിവാതിൽക്കൽ കാണാൻ അവർക്ക് കഴിഞ്ഞില്ല. ദൈവമക്കളെ, കർത്താവിന്റെ വരവനായി ഒരുങ്ങുവീൻ. ജാഗ്രത പാലിക്കുക. കാരണം നമ്മുടെ പ്രിയപ്പെട്ട രക്ഷകൻ ഏതു നിമിഷവും മടങ്ങി വന്നേക്കാം. അവന്റെ വരവിനായി നമുക്കൊരുങ്ങാം. അതിനായി ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ. കൂടുതൽ ധ്യാനത്തിനുള്ള വാക്യം മത്തായി 25-6 വാക്യം. അർദ്ധരാത്രിക്കോ മണവാളൻ വരുന്നു, അവനെ എതിരേൽപ്പാൻ പുറപ്പെടുവീൻ എന്ന് ആർപ്പുവിളി ഉണ്ടായി. ഇന്നത്തെ ബൈബിൾ വായന രാവിലെ 2 ശമൂവേൽ 14-15 അധ്യായങ്ങൾ. വൈകുന്നേരം ലൂക്കോസ് 17 അധ്യായം 1 മുതൽ 19 വരെയുള്ള വാക്യങ്ങൾ. ആമേൻ.